ഇന്ന് ഉച്ചക്കേക്ക് ഞാനൊരു മത്തി മുളകിട്ടതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ നല്ല ഐസ് പോലെയാണുള്ളത്. ഉച്ചയായിട്ടും അതിൻ്റെ തണുപ്പ് പോയിട്ടില്ല. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ബാക്കി വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവ മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം ഞാനൊരു സവാള മുറിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സവാളക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മത്തി മുറിച്ച സമയത്ത് അതിന് വേണ്ടുന്ന എരിവ് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. നമ്മുടെ ഉള്ളി കുറച്ചൊന്ന് വാടി വരുന്നുണ്ട്. ആ സമയം നമുക്കിതിന് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനൊരു 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ച് ചേർത്താൽ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ആയിരിക്കും തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കുന്ന ആ രീതി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് വാളൻ പുളിയാണ് പിഴിഞ്ഞ് ഒഴിക്കുന്നത്. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നമ്മൾ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം തന്നെ നല്ല സോഫ്റ്റായി അലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല കറിക്ക് വേണ്ടുന്ന വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞളും മുളകും ഒക്കെ പുരട്ടി വെച്ച മത്സ്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 15-20 മിനിറ്റ് ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മത്തി നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ കറി.